കേരള ഏറ്റവും പഴയ നവോത്ഥാന പാരമ്പര്യത്തിലുള്ള ഏറ്റവും പഴയ ആചാര്യൻ. അപ്പോൾ ഇദ്ദേഹം തുടങ്ങിയത് എങ്ങനെയാണെന്ന് വെച്ചാൽ, അന്ന് ഈ അധസ്ഥിത വർഗ്ഗക്കാർക്ക് പ്രത്യേകിച്ച് ഡ്രസ്സില്ലല്ലോ. അപ്പോൾ അവരെ പിടികൂടുക, ഒരു ധർമ്മക്കിണറുകൾ അന്നുണ്ടല്ലോ. അപ്പോൾ ധർമ്മക്കിണറുകൾ ഈ കാർഷിക ആവശ്യത്തിന് വേണ്ടിയിട്ട് രാജാവ് കുളിച്ചു വെച്ച കിണറുണ്ട്. അപ്പോൾ ഈ കിണറ്റിൻ കരയെ കൊണ്ടുപോയിട്ട് വെള്ളം കോരി ഒഴിച്ച് ഇവരെ കുളിപ്പിക്കുക. കുളിപ്പിച്ചിട്ട് അടുത്തുള്ള നെയ്ത്തുശാലയിൽ നിന്ന് തോർത്ത് വാങ്ങിയിട്ട് തോർത്ത് ഉടുപ്പിക്കുക എന്നുള്ളതാണ് ഈ അയ്യാ വൈകുണ്ഠൻ്റെ നവോത്ഥാന പരിപാടി. മനസ്സിലായല്ലോ? കുളിപ്പിക്കുക, തോർത്ത് ഉടുപ്പിക്കുക, ഈ ഒരു സ്റ്റൈലിലാണ്. പക്ഷേ അതിനും എതിർപ്പുണ്ടായി കേട്ടോ. അങ്ങനെ ചെയ്യുന്നതിന് എതിർപ്പുണ്ടായി. ഇവരെ ചില കാര്യങ്ങൾ വിദ്യ നേടാൻ വേണ്ടിയുള്ള ഈ അക്ഷരപ്പഠിപ്പിക്കലൊക്കെ തുടങ്ങി. അപ്പോൾ എതിർപ്പുണ്ടായി. അങ്ങനെ രാജാസഭയിൽ ഈ എതിർപ്പ് പ്രതിഫലിച്ചു. രാജകിങ്കരന്മാർ ഇത് രാജാവിനെതിരായിട്ടുള്ള ഒരു പ്രവർത്തനമായിട്ട് എടുത്തു. എന്നിട്ട് ഈ അയ്യാ വൈകുണ്ഠനെ അന്നത്തെ രാജാവ് ജയിലിലടച്ചിരുന്നു. ജയിലിലടക്കുകയും മർദ്ദിക്കുകയൊക്കെ ചെയ്തു. അതേ സമയത്ത് ഈ രാജകുടുംബങ്ങൾക്കിടയിൽ തന്നെ ഈ അയ്യാ വൈകുണ്ഠയുടെ വിദ്യാഭ്യാസ പ്രവർത്തനത്തിന് അരുനിൽക്കുന്ന, അത് ഇഷ്ടപ്പെടുന്ന ആളുകളും ഉണ്ടായിരുന്നു. അപ്പോൾ അവരുടെ സമ്മർദ്ദത്തിന് വഴങ്ങിയിട്ട് 3 വർഷം ജയിലിലിട്ടതിന് ശേഷം ഇവരെ പുറത്തിറക്കേണ്ടി വരും. ഈ അയ്യാ വൈകുണ്ഠനെ പുറത്ത് കിട്ടും. ഏത് രാജാവായിരുന്നു? അന്നത്തെ വിശാഖ തിരുനാളോ അങ്ങനത്തെ ആണ് പേര്. ഞാൻ അത് എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ വിശാഖ തിരുനാൾ തന്നെയാണ് കേട്ടോ. അപ്പോൾ ഈ അയ്യാ വൈകുണ്ഠസ്വാമിയെ ഒതുക്കാൻ വേണ്ടിയിട്ട് പിന്നീട് അവിടെ ഉണ്ടാക്കപ്പെട്ട നാടൻ ഗുണ്ടാപ്പടയാണ് നമ്മൾ ഈ മാർത്താണ്ഡവർമ്മ നോവലിലെല്ലാം വായിക്കുന്ന 8 വീട്ടിൽ പിള്ളമാർ. മനസ്സിലായല്ലോ? ഇന്നത്തെ കൊട്ടേഷൻ ഗ്യാങ്, അന്നത്തെ 8 വീട്ടിൽ പിള്ളമാർ. അപ്പോൾ ഈ അയ്യാ വൈകുണ്ഠയുടെ ഈ സംഭവം ഞാൻ തോർത്തുടുപ്പിക്കലാണ്. തോർത്ത് എവിടുന്ന് വരുന്നു? ഈ നെയ്ത്തിന്റെ ഇത് വരുന്നു. അങ്ങനെ അതോടുകൂടി എന്തായി, നെയ്ത്തുമായി ബന്ധപ്പെടുന്ന, തോർത്തുൽപാദനവുമായി ബന്ധപ്പെടുന്ന ഈ പാരമ്പര്യം ജാതീയമല്ലാണ്ടായി, സാമൂഹ്യ നവോത്ഥാന പ്രസ്ഥാനത്തിന്റെ ഭാഗമായി. അതിന് തുടർന്ന് പിന്നീട് ഓരോരോ ഇങ്ങനെ വരുന്നുണ്ട്. എത്രയോ ആൾക്കാർ, എത്രയോ ഗുരുക്കന്മാർ വരുന്നുണ്ട്. അപ്പോൾ ആ